വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഇൻകം ടാക്സ് വിത്ത് GST എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻകം ടാക്സ് അതോറിറ്റി ഇൻ ഇന്ത്യ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. അതിനു മുമ്പ് പ്രധാനമായി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇൻകം ടാക്സ് അതോറിറ്റി, അതിൻ്റെ ഫങ്ഷൻസ്, അതോടൊപ്പം ഇൻകം ടാക്സ് റിട്ടേൺസും അസസ്മെൻറ്റും 3 ടൈപ്സുകളാണ് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. CBDTയും അതിൻ്റെ ഫങ്ഷൻസും നിങ്ങൾ നല്ലപോലെ പഠിക്കണം. എല്ലാ അതോറിറ്റീസിൻ്റെയും ഫങ്ഷൻസ് നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ്, ജോയിന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, ടാക്സ് ഡിസ്കവറി ഓഫീസേഴ്സ്. ഇന്ത്യയിലുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇത്രയും അതോറിറ്റീസാണ് ഉള്ളത്. Next, CBDT, Central Board of Direct Tax. It is the highest authority of income tax departments. It makes rules and issues directions and issues instructions and directions to other income tax authorities. ഏറ്റവും ഉന്നതതല അതോറിറ്റിയാണ്, അല്ലെങ്കിൽ ഹൈ അതോറിറ്റിയാണ് CBDT എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൂൾസ് മേക്ക് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻസ് ഡയറക്ഷൻസും ഇഷ്യൂ ചെയ്യുന്നതും CBDT ആണ്. നെറ്റ് CBDTയുടെ ജനറൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കാം. CBDTയുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. CBDTയുടെ ഫങ്ഷൻസ് തന്നെയാണ് മറ്റേത് അതോറിറ്റിയുടെയും ഫങ്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പം നമുക്ക് നോക്കാം. ജനറൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റി, ദാറ്റ് മീൻസ് CBDT നോക്കാം. ഫസ്റ്റ് പോയിന്റ്, പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻ. സെക്കൻഡ് പോയിന്റ്, പവർ ടു റിക്വിസിഷൻ ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അസസ് ചെയ്യാനുള്ള പവർ. നെക്സ്റ്റ്, പവർ ടു സെർച്ച് സീസർ. നെക്സ്റ്റ് പോയിന്റ്, പവർ ടു റിഗാർഡിംഗ് ഡിസ്കവറി ഓഫ് എവിഡൻസ്. നെക്സ്റ്റ്, പവർ ടു കളക്ട് സർട്ടൻ ഇൻഫർമേഷൻ. നെക്സ്റ്റ്, പവർ ടു ഇൻസ്പെക്ട് കമ്പനി രജിസ്റ്റർ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ. നെക്സ്റ്റ്, പവർ ഓഫ് സർവേ കളക്ട് ചെയ്യാനുള്ള പവർ. നെക്സ്റ്റ്, പവർ ടു ഡിസ്പോസിബിൾ ഓർ അപ്പീൽ. ഇത്രയാണ് CBDTയുടെ ജനറൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസായി വരുന്നത്. നെക്സ്റ്റ്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണെന്ന് നോക്കാം. ദി അസസ് ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ കറൻറ്റ് ഇൻകം ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഡ്യൂറിംഗ് ദി ഫിനാൻഷ്യൽ ഇയർ ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഏൺ ചെയ്ത കറൻറ്റ് ഇൻകത്തിന് ഒരു അസസിക്ക് മുൻകൂട്ടി അടയ്ക്കാൻ കഴിയുമെങ്കിൽ ആ എമൗണ്ടിനെയാണ് ഇതിന് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി 1000 രൂപയോ അതിൽ കൂടുതലോ ആയാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അടയ്ക്കാൻ വേണ്ടി കഴിയും. ഇതാണ് അഡ്വാൻസ് പേയ്മെൻറ്റ്. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഏൺ ചെയ്ത കറൻറ്റ് ഇൻകത്തിന് ഒരു അസസി മുൻകൂട്ടി അടയ്ക്കാൻ കഴിയുന്ന അഡ്വാൻസ് അടയ്ക്കാൻ കഴിയുന്ന തുകയെ നമുക്ക് എന്താ പറയാം, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതിൻ്റെ കമ്പൽസറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ടാക്സ് ലയബിലിറ്റി 1000 അതിൽ കൂടുതലായാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ റൂള് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ടാക്സ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, TDS എന്താണെന്ന് നോക്കാം. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ് അതിൻ്റെ ഷോർട്ട് രൂപം. ചില വർഷങ്ങളിലേക്ക് ഫുൾ ഫോം ചോദിക്കാൻ TDS ഇൻ ദി ഫുൾ ഫോം ഓഫ് TDS എന്ന് ചോദിക്കാറുണ്ട്. ഫുൾ ഫോം എന്താണ്? ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ശ്രദ്ധിക്കുക എന്താണെന്ന് നോക്കാം. TDS ഈസ് ഇൻകം ടാക്സ് റെഡ്യൂസ്ഡ് ഫ്രം ദി മണി പെയ്ഡ് അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് സ്പെസിഫൈഡ് പേയ്മെൻറ്റ് ബൈ ദി പേഴ്സൺ മേക്കിംഗ് സച്ച് പേയ്മെൻറ്റ്സ്. എന്താണെന്ന് നോക്കാം.
TDS എന്ന് പറഞ്ഞാൽ ചില ഐറ്റത്തിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് TDS ആയി മാറ്റിവെക്കുന്ന തുകയാണെന്ന് പറയുന്നത് TDS എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു സ്പെസിഫിക് പേയ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മണി നമുക്കിത് പേ ചെയ്യാൻ വേണ്ടി മാറ്റുക. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണെന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ചില ഐറ്റത്തിന് വേണ്ടി ഒരു നിശ്ചിത ശതമാനം TDS ആയി മാറ്റിവെക്കുന്നില്ല, ചെറിയൊരു എമൗണ്ട് മാറ്റിവെക്കുന്നതിന് നമുക്ക് എന്ത് പറയാം, TDS എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന ഏണിങ്ങിൽ നിന്ന് എന്താണ് ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റിവെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, TDS എന്ന് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ഇൻകംസ് ആപ്ലിക്കബിൾ ടു TDS ഏതൊക്കെ ഇൻകംസ് ആണ് TDSന് ആപ്ലിക്കബിളായി വരുന്നത് നോക്കാം. സാലറീസ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഡിവിഡൻഡ്, ഇൻഷുറൻസ് കമ്മീഷൻ, വിന്നിംഗ് ഫ്രം ലോട്ടറീസ്, പേയ്മെൻറ്റ് ടു NSS. ഇത്രയും പോയിന്റുകളാണ് ഇൻകം TDSന് ആപ്ലിക്കബിൾ വരുന്ന ഇൻകംസ്. നെക്സ്റ്റ്, റിക്കവറി ഓഫ് ടാക്സ് എന്താന്ന് നോക്കാം. റിക്കവറി ഓഫ് ടാക്സ് എന്താന്ന് നോക്കാം. ദി പ്രോസസ് ഓഫ് റിക്കവറിങ് അരിയേഴ്സ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൽറ്റി ഓർ എനി അതർ സം പേബിൾ അണ്ടർ ദി ആക്ട്. അപ്പം നോക്കുക, എന്താണ് റിക്കവറി ഓഫ് ടാക്സ്? ടാക്സ് അടയ്ക്കാൻ ലയബിളായിട്ടുള്ള ഒരു വ്യക്തി അത് അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. അതിനെയാണെന്ന് പറയുന്നത് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയാം. നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ടും എന്താണ് ടാക്സ് അടയ്ക്കാതെ വരികയാണെങ്കിൽ അസസിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് റീഗെയിൻ ചെയ്തെടുക്കുന്നതിന് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മോഡ് ഓഫ് റിക്കവറിങ് ടാക്സ്. എങ്ങനെയാണ് ടാക്സ് റിക്കവർ ചെയ്തെടുക്കുന്ന രീതി? മോഡ് എന്ന് പറഞ്ഞാൽ രീതികൾ, മെത്തേഡ്സുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സർട്ടിഫിക്കറ്റ് ടു ടാക്സ് റിക്കവറി ഓഫീസർ. ടാക്സ് റിക്കവറി ഓഫീസർ സർട്ടിഫിക്കറ്റ് അഡോപ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി. എന്താണ് അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ, സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സാലറിയിൽ നിന്ന് നമ്മൾ ടാക്സ് പിടിച്ചെടുക്കുന്നു. ഇതിനാണിത് അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, ഗാർണിഷി ഓർഡർ. എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പണം കൊടുക്കാനുണ്ടെങ്കിൽ, ടാക്സ് അടയ്ക്കേണ്ട അസസിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തി പണം കൊടുക്കാനുണ്ടെങ്കിൽ, പണം ആ അസസിക്ക് കിട്ടാനുണ്ടെങ്കിൽ ആ തുക എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടീസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ടാക്സ് ഈടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഗാർണിഷി ഓർഡർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് വേറെ ഒരാൾ ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കുന്നതിനെയാണെന്ന് പറഞ്ഞ് ഗാർണിഷി ഓർഡർ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഫ്രം എ കോർട്ട് മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് റിക്കവർ ചെയ്തെടുക്കാം. നെക്സ്റ്റ്, സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. മൂവ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിലോ അത് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ടാക്സ് റിക്കവർ എടുക്കാം. നെക്സ്റ്റ്, റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സ് റിക്കവർ ചെയ്തെടുക്കാനുള്ള അധികാരം ഉണ്ട്. ഇങ്ങനെ പല കാറ്റഗറിയിലൂടെയാണ് ടാക്സ് റിക്കവർ ചെയ്തെടുക്കുക. ഫസ്റ്റ്, സർട്ടിഫിക്കറ്റ് ടു ദി റിക്കവറി ഓഫീസർ. ടാക്സ് റിക്കവറി ഓഫീസർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുള്ള ആ വ്യക്തിക്ക് എന്തിനാ റിക്കവർ ചെയ്തെടുക്കാം. നെക്സ്റ്റ്, അറ്റാച്ച്മെൻറ്റ് സാലറിന് അറ്റാച്ച്മെൻറ്റ് സാലറി ആ വ്യക്തിക്ക് സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സാലറിയിൽ നിന്ന് ടാക്സ് റിക്കവറി. ഗാർണിഷി ഓർഡർ ഫ്രം എ കോർട്ട്, സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, റിക്കവറി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് റിട്ടേൺ. എപ്പോഴും ചോദിക്കുന്ന പാർട്ടാണ് റിട്ടേണിനെ കുറിച്ച്. ഇൻകം ടാക്സ് ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് ദി അസസി ഡിസ്ക്ലോസ് ദി ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് ഇൻകം ടാക്സ് റിട്ടേൺ. എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ, പ്രീവിയസ് ഇയറിൽ ഒരു അസസി എത്രത്തോളം ഇൻകം അടയ്ക്കണമെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇത് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുക. അപ്പം പ്രീവിയസ് ഇയറിൽ ഒരു അസസിക്ക് എത്രമാത്രം ഇൻകം വരുന്നുണ്ടോ ആ ഇൻകം എത്രമാത്രം അടയ്ക്കണമെന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇത് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ഒരു എസ് എ ടൈപ്പാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. എപ്പോഴും എസ് എ ടൈപ്പ് 8 മാർക്കിന് ചോദിക്കുന്ന പാർട്ടിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ്, വോളണ്ടറി റിട്ടേൺ. എന്താണ് വോളണ്ടറി റിട്ടേൺ നോക്കാം. ഇഫ് എ പേഴ്സൺ
files the return on his own according to income tax let before the due date is known as a voluntary return. അപ്പോൾ എന്താണ് വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിനോ അതിനു മുമ്പോ ഒരു അസസി സ്വന്തമായിട്ട് ടാക്സ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് വോളണ്ടറി റിട്ടേൺ എന്ന് പറയാം. അപ്പോൾ വോളണ്ടറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടേൺ എന്താണെന്ന് നോക്കാം. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിനോ അതിനു മുമ്പോ ഒരു അസസി സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന റിട്ടേണെയാണ് എന്ത് പറയുന്നത് വോളണ്ടറി റിട്ടേൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ബിലേറ്റഡ് റിട്ടേൺ. It is a return which is filed after the stipulated date mentioned in the income tax rule. എന്താന്ന് നോക്കാം. റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റിന് ശേഷം ഫയൽ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണിത് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. ആ ഡേറ്റിന് ശേഷം ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അതിനാണിത് ബിലേറ്റഡ് റിട്ടേൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. തേർഡ്, റിവൈസ് ഓഫ് റിട്ടേൺ എന്താണെന്ന് നോക്കാം. എ റിട്ടേൺ ഫയൽഡ് ഇൻകം ടാക്സ് റിട്ടേൺ ബിഫോർ ഡ്യൂ ഡേറ്റ് ബട്ട് ലേറ്റ്സ് ഓൺ എനി ഒമിഷൻ ഓർ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫൗണ്ട് ദി അസസി ക്യാൻ റിവൈസ് ദി ഫയൽ എഗെയിൻ ഈസ് നോൺ ആസ് റിവൈസ്ഡ് റിട്ടേൺ. എന്താണ് റിവൈസ്ഡ് റിട്ടേൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ ഏതെങ്കിലും വിട്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ റോങ് ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്ത് ഫയൽ റിട്ടേൺ ചെയ്യാം. ഇങ്ങനെ ഉള്ള റിട്ടേണെയാണെന്ന് പറയുന്നത് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയും. ഒന്നെങ്കിൽ എന്താണ് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഭാഗം വിട്ടുപോകുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ റിട്ടേൺ ചെയ്താൽ അങ്ങനെയുള്ള റിട്ടേൺ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ചെയ്യാം. അതിനാണിത് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുക. നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ലോസ് എന്താണെന്ന് നോക്കാം. If a person is having negative income, that is, losses are eligible for carry forward to next year, such loss can be used to reduce the tax liability during current assessment year. This is known as റിട്ടേൺ ഓഫ് ലോസ്. അപ്പോൾ റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസസിക്ക് ലോസ് വരികയാണെങ്കിൽ ആ ലോസ് നികത്തുവാനുള്ള ഇൻകം അടുത്ത ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണിത് പറയുന്നത് ലോസ് ഓർ റിട്ടേൺസ് എന്ന് പറയുക. നമുക്ക് ലോസ് നികത്താൻ ഒരു കാരണവശാലും സാധിക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യുന്നു ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനെയാണിത് പറയുന്നത് റിട്ടേൺ ഓഫ് ലോസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് പോയിന്റ് compulsory return. When a person files a return in response to the notice given by the assessing officer is known as a compulsory return. എന്താണ് കമ്പൽസറി? അസസിങ് ഓഫീസറുടെ നോട്ടീസ് ലഭിച്ചതിന് പ്രകാരം ഒരു വ്യക്തി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് കമ്പൽസറി റിട്ടേൺ എന്ന് പറയുക. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആരാണ്? അസസിങ്. അപ്പോൾ അസസിങ് ഓഫീസർ എന്ത് ചെയ്യുക? റിട്ടേൺ ഫയൽ ചെയ്തിട്ട് നേരത്തെ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ അസസിങ് ഓഫീസർ നോട്ടീസ് നൽകുന്നുണ്ട്. ആ നോട്ടീസ് മുഖാന്തരം ഒരു അസസി റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണിത് കമ്പൽസറി റിട്ടേൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അല്ലേ? ലാസ്റ്റ് പോയിന്റ് ഡിഫക്റ്റീവ് റിട്ടേൺ. വേർ ദി അസസിങ് ഓഫീസർ കൺസിഡേഴ്സ് the return furnished by the assessee is defect. He may give 15 days to rectify the defects. Such a return is called a defective return. എന്താന്ന് നോക്കാം. അസസി ഫയൽ ചെയ്ത റിട്ടേൺ ഡിഫക്റ്റീവ് ആണെന്ന് അസസിങ് ഓഫീസർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് അസസിയെ അറിയിക്കുകയും അദ്ദേഹത്തിനോട് എന്ത് ചെയ്യുക 15 ദിവസത്തിനുള്ളിൽ റിട്ടേൺ വെരിഫൈ ചെയ്യാൻ പറയുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുക. നെക്സ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. സൈനിങ് ഓഫ് ദി റിട്ടേൺ. ഈ റിട്ടേണിൽ ആരാണ് സൈൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻഡിവിജ്വൽ കേസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ ഹിംസ സ്വന്തമായി തന്നെ സൈൻ ചെയ്യാം. നെക്സ്റ്റ് HUF എന്ന് പറഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിൽ ആരാണ്? ആ ഫാമിലി അല്ലെങ്കിൽ ആ സംരംഭത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഗ്രൂപ്പിലെ എന്താണ് ഏറ്റവും
പ്രായം കൂടി ഒരു കറക്റ്റായി എന്ന് പറയാം. നെക്സ്റ്റ് കമ്പനി ആണെങ്കിൽ മാനേജിങ് ഡയറക്ടറാണ് സൈൻ ചെയ്തത്. ഫേം ആണെങ്കിൽ മാനേജിങ് പാർട്ണർ. പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി സച്ച്. ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ. അസോസിയേഷൻ ആണെങ്കിൽ മെമ്പർ ഓഫ് അസോസിയേഷൻ. ഇങ്ങനെയാണെന്ത് സൈൻ ചെയ്യേണ്ട, റിട്ടേൺ വരുന്ന കേസിൽ സൈൻ ചെയ്യേണ്ട വ്യക്തികൾ. നെക്സ്റ്റ് പോർഷൻ, മാനേജേഴ്സ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം. റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുമ്പോഴുള്ള മാനേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇലക്ട്രോണിക്കലി അണ്ടർ ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചറിലായിരിക്കണം, ഇലക്ട്രോണിക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. അല്ലേ, നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നൽകുമ്പോൾ എന്താണ് വെരിഫിക്കേഷൻ കോഡ്. അതുപോലെ തന്നെ എന്താണ് റിട്ടേൺ ഇൻകം ഫർണിഷ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വെരിഫിക്കേഷൻ കോഡ്, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ട്രാൻസ്മിറ്റിംഗ് വരുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഫയലിംഗ് ഓർ റിട്ടേൺ ത്രൂ കമ്പ്യൂട്ടേഴ്സ് റിഡീമബിൾ മീഡിയ. അല്ലേ, കമ്പ്യൂട്ടേഴ്സ് റിഡീമബിൾ മീഡിയയിലൂടെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഫയലിംഗ് ഓർ റിട്ടേൺ ത്രൂ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ. നമ്മൾ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫയൽ റിട്ടേൺ ആണ് അഡോപ്റ്റ് ചെയ്യുക. ലാസ്റ്റ് പോയിന്റ്, ഫയലിംഗ് റിട്ടേൺ ഹിംസെൽഫ് ഓർ ത്രൂ ആൻ ഏജൻറ്റ്. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഏജൻറ്റ് മുഖാന്തരം എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യാം. ഇത്രയും പോയിന്റുകളാണെന്ത് മാനേജേഴ്സ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം. ഫസ്റ്റ് എന്താണ് ഇലക്ട്രോണിക്കലി ഡിജിറ്റൽ സിഗ്നേച്ചർ. സെക്കൻഡ് പോയിന്റ്, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാം. തേർഡ് പോയിന്റ്, കമ്പ്യൂട്ടേഴ്സ് റിഡീമബിൾ മീഡിയയിലൂടെ റിട്ടേൺ ഫയൽ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഒന്നെങ്കിൽ ഹിംസെൽഫ് സ്വന്തമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏജൻറ്റ് മൂലം തേർഡ് പാർട്ടിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പാൻ, നമുക്ക് നല്ല പരിചയമുള്ള ഒരു ടേമാണ്. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്താണെന്ന് നോക്കാം. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഈസ് എ നമ്പർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഈച്ച് അസസി regarding the tax matters. PAN has 10 alphanumeric characters and issued in the form of laminated card. ഇപ്പോൾ ശ്രദ്ധിക്കുക, പാൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് നമുക്കറിയാം. എന്താണ് പാൻ? ഒരു അസസിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാർഡാണെന്ന് പറയുന്നത് പാൻ എന്ന് പറയാം. പാൻ കാർഡിൽ പെർമനൻ്റ് അക്കൗണ്ട് നമ്പറിൽ നമുക്ക് പാൻ കാർഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലേ. അതിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്നതാണെന്ന് പാൻ കാർഡിൽ ഇൻക്ലൂഡഡ്. അതുകൊണ്ട് ഒരു അസസിയെ, ഒരു വ്യക്തിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണെന്ന് പറയുന്നത് പാൻ എന്ന് പറയാൻ സാധിക്കും. ആ പാനിൽ 10 ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സാണുള്ളത്. അതേപോലെ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് പറയാം, ഇതിൻ്റെ ഫോം ഇഷ്യൂ ചെയ്യുന്ന ഫോമിൽ ലാമിനേറ്റ് കാർഡിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഇനി പാൻ ഈസ് കമ്പൽസറി ഇൻ ദി ഫോളോയിങ് കേസ്. ഏതൊക്കെ കേസിലാണ് നമ്മൾ പാൻ കാർഡ് കമ്പൽസറി ആയി വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻകം എക്സീഡ്സ് എക്സംപ്റ്റേഷൻ ലിമിറ്റ്. ഇൻകം എക്സീഡ്സ് എക്സംപ്റ്റേഷൻ ലിമിറ്റ്. നമുക്കറിയാം, ഇത്ര എമൗണ്ടിൽ കൂടുതൽ, ലിമിറ്റിനേക്കാൾ കൂടുതൽ ഇൻകം വരുവാണെങ്കിൽ അത് നമുക്ക് എന്താ പാൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ലയബിൾ ടു പേ ടാക്സ് ഓൺ ബിഹാഫ് ഓഫ് അതർ പേഴ്സൺ. ടാക്സ് പേ ചെയ്യാൻ വേണ്ടി ലയബിളായ ഒരു കാർഡാണ് പാൻ എന്ന് പറയാം. സെയിൽ ഓർ പർച്ചേസോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് സെയിൽ ചെയ്യുന്നതാണ് പാൻ ഉണ്ടായിരിക്കണം. ഓപ്പണിങ് എ ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം. ആപ്ലിക്കേഷൻ ഓൺ ഡിമാൻഡ് ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡിനും നമ്മൾ ആപ്ലിക്കേഷൻ നൽകിയിരിക്കണം. പർച്ചേസ് ഓഫ് ബാങ്ക് ഡ്രാഫ്റ്റ് എക്സീഡിങ് ₹50,000. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 50,000 മുതലുള്ള എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ഇതാണ് പാൻ കാർഡ്. അപ്പോൾ പാനിനെ കുറിച്ച് എന്താണ്, ഒരു വ്യക്തിയെ ഒരു അസസിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാർഡാണ്. ഇത് 10 ആൽഫാന്യൂമറിക് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ലാമിനേഷൻ ചെയ്തിട്ടായിരിക്കും കാർഡ് യൂസ് ചെയ്യുക. അതുപോലെ ലിമിറ്റഡ് ഇൻകത്തെ കൂടുതൽ വരുവാണെങ്കിൽ പാൻ
ഉപയോഗിച്ചിരിക്കണം. അതുപോലെ ടാക്സ് പേയബിൾ ലയബിളായ ഒരു കാർഡാണ് പാൻ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ ഉണ്ടായിരിക്കണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിരിക്കണം. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അപ്ലിക്കേഷൻ നൽകണമെങ്കിൽ എന്താണ് പാൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ് ബാങ്ക് ഡ്രാഫ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അതിന് എന്തുണ്ടായിരിക്കണം, ഇത്ര എമൗണ്ടിലാണ് ₹50,000 ആണെങ്കിൽ എന്താണ് പാൻ നിർബന്ധമാണ്. ഇത്ര കേസുകളിലാണ്. ഇതുകൂടാതെ നമുക്ക് LIC ഒക്കെ കൂടുതൽ എമൗണ്ട് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം, പാന് ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ടൈം ഡിപ്പോസിറ്റ് എക്സീഡിങ് 50,000 അതിൽ മോറാണെങ്കിൽ എന്താണ് പാൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒത്തിരിയേറെ എന്ന് പറഞ്ഞാൽ 49,000 വരെ വേണ്ട, അതിന് മുകളിലേക്കുള്ള എമൗണ്ടിനെല്ലാം എന്താണ് പാൻ കാർഡ് നിർബന്ധമാണ്. പാനിൻ്റെ ഫുൾ നെയിം എന്ന കാര്യം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്. പാൻ കാർഡ് നിർബന്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് കാർഡിനും ക്രെഡിറ്റ് കാർഡിനും ആപ്ലിക്കേഷൻ നൽകാനും എന്തിനും പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ ബാങ്ക് ഡ്രാഫ്റ്റ് പർച്ചേസ് ചെയ്യാനെങ്കിലും 50,000 എക്സീഡ് ആണെങ്കിൽ എന്താണ് പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണെന്ത് പാൻ കാർഡ് കമ്പൽസറി എന്ന കേസസുകൾ വരുന്നത്. നെക്സ്റ്റ് അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും അസസ്മെൻറ്റ് ഇപ്പോഴും എസ് എ ടൈപ്പ് വരുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ടൈപ്സ് അസസ്മെൻ്റ് ആണ്. എല്ലാ വർഷവും എസ് എ ടൈപ്പ് 8 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അസസ്മെൻ്റ് എന്താണെന്ന് ആദ്യം നമ്മൾ എഴുതണം. ഇതിന് ശേഷമാണെന്ത് ബാക്കി കാര്യങ്ങൾ എഴുതേണ്ടത്. നോക്കാം. അസസ്മെൻറ്റ് ഇറ്റ് മീൻസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ദി ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് പേബിൾ ബൈ ദി അസസ്സി. ഒരു അസസ്സിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് അസസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇനി പ്രൊസീജിയർ ഓഫ് അസസ്മെൻറ്റ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഫയലിംഗ് ദി റിട്ടേൺ ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിലെ റിട്ടേൺ ഫയൽ ചെയ്യാൻ അസസ്മെൻറ്റ് ചെയ്യാവുന്ന ഫസ്റ്റ് പ്രൊസീജിയർ. സെക്കൻഡ് പ്രൊസീജിയർ നോക്കുക. കമ്പ്യൂട്ടേഷൻ ടാക്സിബിൾ ഇൻകം ഓഫ് ദി അസസ്സിൻ്റെ ടാക്സിബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. തേർഡ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് സം പേബിൾ ബൈ ദി അസസ്സി. അസസ്സിയെ കുറിച്ച് സം പേബിൾ എന്ന് ഡിറ്റർമിനേഷൻ ചെയ്തിരിക്കണം. ലാസ്റ്റ് പോയിന്റ് മേക്കിംഗ് ഓഫ് ദി അസസ്മെൻറ്റ് ഓർഡർ ആൻഡ് ഇഷ്യൂ നോട്ടീസ് ഓഫ് ഡിമാൻഡ് സ്പെസിഫിക് ദ സം പേബിൾ ബൈ ദി അസസ്സി. ഒരു അസസ്സിക്ക് സ്പെസിഫൈ വരുന്ന സം പേബിൾ എമൗണ്ട് ഡിമാൻഡ് അല്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിനോ അസസ്മെൻറ്റ് ഓർഡർ മേക്ക് ചെയ്യാനും ഈ അസസ്മെൻറ്റ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് ടാക്സിബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നു. തേർഡ് പോയിന്റ് എന്താണ് സം പേബിൾ ഡിറ്റർമിനേഷൻ ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് എന്താണ് അസസ്മെൻറ്റ് ഓർഡർ ആൻഡ് നോട്ട് ഇഷ്യൂ ചെയ്യുക, ഡിമാൻഡ് സ്പെസിഫൈ ചെയ്യുക എന്നതൊക്കെ ഒരു അസസ്സിയെ കുറിച്ച് മേക്ക് ചെയ്യുന്ന കാര്യങ്ങളായി. ഇത്രയും പ്രൊസീജിയറാണത് ഇൻകം ടാക്സ് അസസ്മെൻറ്റ് പ്രൊസീജിയറായി വരുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഒരു ടൈപ്സ് അസസ്മെൻറ്റ് എസ് എ പാർട്ടാണ് വരുന്നത്. അപ്പം ഫസ്റ്റ് അസസ്മെൻറ്റ് എന്താണെന്ന് എഴുതണം, സെക്കൻഡ് പ്രൊസീജിയർ എഴുതണം, അതിനുശേഷമാണ് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ് സെൽഫ് അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദി അസസ്സി ഹിംസെൽഫ് compute the total income, tax liability and submitting after paying the is known as self-assessment. Self-assessment നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ സ്വന്തമായിട്ട് അസസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുകയും ടാക്സ് അടയ്ക്കുകയും സ്വന്തമായി അടയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ. എന്താ നോക്കാം. Where return has been filed by assessing officer will assess income of the person keeping in view of relevant provisions. Such assessment is called assessment based on return. അപ്പോൾ എന്താ അസസ്മെൻറ്റ് ഓൺ ദി ബേസ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം. അസസ്സിങ് ഓഫീസറാണ് ഇവിടെ നമുക്ക് ഇൻകം അസസ് ചെയ്യുക. ഇതിനാണിത് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. ഇതിൽ അസസ്സിക്ക് നോട്ടീസ് കൊടുക്കുന്നു. നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് അസസ്സിങ് ഓഫീസർ അസസ് ചെയ്യുക. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്തൊക്കെ കൊടുക്കുന്നു. ഇതാണെന്ത് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ എന്ന പോയിന്റിൽ നിന്ന് എടുക്കാം.
അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അസസിങ് ഓഫീസറാണെന്ത് ഒരു അസസിയുടെ റിട്ടേൺസ് അസസ് ചെയ്യുന്നത്. ഇതിനെയാണെന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ എന്ന് പറയുക. തേർഡ് പോയിന്റ്, റെഗുലർ അസസ്മെൻറ്റ്. ഇറ്റ് മീൻസ് ദി അസസ്മെൻറ്റ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് എവിഡൻസ് ഓർ ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, റെഗുലർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിലാണ് അഡോപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ബേസസ് എവിഡൻസിൻ്റെ ബേസിലും നെക്സ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് ബേസിലുമാണ്. അപ്പോൾ റെഗുലർ അസസ്മെൻറ്റ് രണ്ടായി തിരിക്കുന്നു. ഫസ്റ്റ് ബേസിസ് ഓഫ് എവിഡൻസ്, സെക്കൻഡ് ജഡ്ജസ് അസസ്മെൻറ്റ്. നോക്കാം. ഫസ്റ്റ് പോയിന്റ് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് എവിഡൻസ്. സെക്കൻഡ് പോയിന്റ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Assessment on the basis of evidence. A detailed assessment of an income return filed by a taxpayer is called a scrutinying assessment or assessment on the basis of evidence. എവിഡൻസിൻ്റെ ബേസിൽ നമുക്കറിയാം, നമ്മൾ രണ്ട് വ്യക്തികൾ തങ്ങൾ തർക്കങ്ങൾ നടക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ എവിഡൻസ് അവിടെ കൊടുക്കുന്നു അല്ലേ. ഇന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് ഓൺ ദി എവിഡൻസിൻ്റെ ബേസിൽ നമ്മളിതിന് അസസ്മെൻറ്റ് സ്ക്രൂട്ടിനി ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് ടാക്സ് പെയർ റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അസസ്മെൻറ്റിനെ, ഡീറ്റെയിൽ ആയ അസസ്മെൻറ്റിനെയാണ് ഇത് പറയുന്നത് അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് എവിഡൻസ് എന്ന് പറയുക. എവിഡൻസിൻ്റെ ബേസിൽ അസസ്മെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. റെഗുലർ അസസ്മെൻറ്റിലെ സെക്കൻഡ് ടൈപ്പാണിത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അസസ്മെൻറ്റ് ബൈ ദി അസസിങ് ഓഫീസർ ടു ദി ബെസ്റ്റ് ഓഫ് ഹിസ് ജഡ്ജ്മെൻറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് റെലവൻറ്റ് മാറ്റേഴ്സ് വിച്ച് ഹാസ് കളക്റ്റഡ്. അല്ലേ, ജഡ്ജ്മെൻറ്റ് ബേസ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ബേസിൽ അല്ലേ അസസിങ് ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്, ജഡ്ജ് ചെയ്തതിന് ശേഷം എന്താണ് അക്കൗണ്ടിങ് റിലവൻറ്റ് മാറ്റേഴ്സ് എടുത്ത് കളക്ട് ചെയ്തിട്ട് നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുക. നമുക്ക് കോർട്ടിൽ ഏതെങ്കിലും കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എവിഡൻസ് കൊടുത്തു, അതിനുശേഷവും നമുക്ക് എന്താണ് എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും റെക്കോർഡ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. അതിനെയാണ് എന്ന് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന മെറ്റീരിയലിൻ്റെ ബേസിൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ജഡ്ജ് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്ന ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണിത് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ രണ്ട് രീതിയാണ് റെഗുലർ ജഡ്ജ് അസസ്മെൻ്റ് ഉള്ളത്. ഫസ്റ്റ് എന്താണ് എവിഡൻസ് ബേസിൽ, എവിഡൻ്റ് കാര്യത്തിൽ. സെക്കൻഡ് എന്താണ് ജഡ്ജ്മെൻറ്റ് ബേസിലും നമ്മൾ എന്ത് ചെയ്യുന്നു മെറ്റീരിയൽസിലൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി ജഡ്ജ്മെൻറ്റ് ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അസസിങ് ഓഫീസർ അസസ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഫോർത്ത് റീ അസസ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് അല്ലേ. നോക്കാം. ആൻ ഇൻകം ഈസ് സെഡ് ടു ഹാവ് എസ്കേപ്ഡ് അസസ്മെൻറ്റ് വെൻ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ചാർജ്ഡ് ടു ടാക്സ് in the original assessment year to which it rightly belongs. റീ അസസ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നാൽ അസസ്മെൻറ്റ് നമ്മൾ എസ്കേപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇത് പറയുന്നത് റീ അസസ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ അസസ്മെൻറ്റ് ചെയ്തു എന്നിട്ട് അത് നമുക്ക് എന്തെങ്കിലും അപാകതയായി തോന്നുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുകൾ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും അസസിങ് ഓഫീസർ അസസ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രത്യേക ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഇന്ന് ഒറിജിനൽ അസസ്മെൻറ്റ് ഇയർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് റൈറ്റ്ലി അവർ ബിലോങ്സ് ചെയ്യുന്നു. ഇങ്ങനെ അസസ്മെൻറ്റ് ചെയ്യുന്ന റീ അസസ്മെൻറ്റ് എന്ന് ചെയ്യുന്നു. അപ്പോൾ റീ അസസ്മെൻറ്റ് എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേക ചാർജ് എടുക്കേണ്ട ഒറിജിനൽ അസസ്മെൻറ്റ് ഇയർ തന്നെ നമ്മളിന്ന് റൈറ്റ് ആയി ബിലോങ്സ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്തെടുക്കുന്നതിനാണ് ഇത് പറയുന്നത് റീ അസസ്മെൻറ്റ് എന്ന് പറയുക. അസസ്മെൻറ്റ് ഇൻ എ സർട്ടൻ cases it is difficult to determine as to whom the income pertains. The assessing officer can proceedings to determine the question as who is responsible to pay tax. Such a assessment is called a precautionary assessment. എന്താ precautionary assessment എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് when the ownership of the income is any doubt or dispute. എന്തെങ്കിലും ഇൻകത്തിൽ എന്തെങ്കിലും ഡൗട്ടോ ഡിസ്പ്യൂട്ടോ
ഓണർഷിപ്പിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? പ്രിക്കോഷൻ ചെയ്യാം. അങ്ങനെ പ്രിക്കോഷൻ ചെയ്യുമ്പോൾ എന്താണ്? അസസ്മെൻറ്റ് ഓഫീസർ വിൽ ചാർജ് ദിസ് ഇൻകം ഇൻ അതർ പേഴ്സൺ. മറ്റൊരു വ്യക്തിയിൽ നിന്നായിരിക്കും എന്ത്? അസസ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് ഈടാക്കുക, പേ ചെയ്യുക, ടാക്സ് പേ ചെയ്യുക. ഇതിനെയാണ് ഇത് പറയുന്നത് പ്രിക്കോഷണറി അസസ്മെൻ്റ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ 5 ടൈപ്പുള്ള അസസ്മെൻ്റ് ആണുള്ളത്. എസ് എ ടൈപ്പാണ്. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാമല്ലോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. എന്തെങ്കിലും നോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി കിട്ടേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.